أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. واتخذوا من دونه آلهة لا يخلقون شيئا وهم يخلقون ولا يملكون لأنفسهم ضرا ولا نفعا ولا يملكون موتا ولا حياة ولا نشورا. صدق الله. സ്നേഹധന്യരായ സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ, രഹസ്യവും പരസ്യവുമായ നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ സർവ്വ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ച് അവൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പിൻപറ്റി മുത്തഖികളായി ജീവിച്ച് മരിക്കാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. പടച്ചതമ്പുരാൻ അവൻ്റെ സ്വാലിഹുകളും സച്ചരിതരുമായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മുഅ്മിൻ എന്ന നിലയിൽ നമ്മളെല്ലാവരും അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടുന്ന തൗഹീദുമായി ബന്ധപ്പെട്ട അല്ലാഹുവിൻ്റെ ഗുണങ്ങളിലും നാമങ്ങളിലും അവൻ്റെ വിശേഷണങ്ങളിലും മറ്റ് പങ്കുകാരൊന്നുമില്ലാതെ അവനെ ഏകനാക്കുന്ന ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മൾ വിശ്വാസിയാകുന്നത് യഥാർത്ഥത്തിൽ അവിടെയാണ്. അതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ തുടങ്ങി വെച്ചത്. വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന പ്രവാചകന്മാരെല്ലാവരും സ്വന്തം സമൂഹത്തോട് നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യണം എന്ന് പറഞ്ഞ് തുടങ്ങിയ ആളുകളാണ്. എന്നല്ല, പൊതുവായ നിർദ്ദേശങ്ങളായി വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ, യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, ഇങ്ങനെ തുടങ്ങുന്ന ഒരുപാട് ആയത്തുകൾ. അല്ലയോ ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിന് തന്നെയാണ് ഇബാദത്ത് ചെയ്യേണ്ടത്. കാരണം അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. നിങ്ങളെല്ലാവരും അനുഭവിക്കുന്ന ഈ സുഖ സൗകര്യങ്ങൾ, ജീവിതത്തിലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഖങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്കിവിടെ സംവിധാനിച്ചെന്ന് പടച്ചവനാണ്. ജീവിതത്തിൻ്റെ സുഖങ്ങൾ ഒരേ സമയം തേടുകയും അതിനുവേണ്ടി ഓടുകയും അതിൽ മതിമറക്കുകയും ചെയ്യുന്നവർ ശരിക്കും ഈ സുഖ സൗകര്യങ്ങൾ തരുന്ന പടച്ചവനിലേക്ക് മടങ്ങുകയല്ലേ വേണ്ടത്. അതുകൊണ്ട് അള്ളാഹു ഖാലിഖാണ്, അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചു. അള്ളാഹു റാസിഖാണ്, അള്ളാഹുവാണ് നിങ്ങൾക്ക് ഈ കാണുന്ന വിഭവങ്ങളൊക്കെ തന്നത്. അള്ളാഹുവാണ് മുഹീ, അള്ളാഹുവാണ് നിങ്ങളെ ജീവിപ്പിച്ചത്. ഇനി നിങ്ങൾ ജീവിക്കാൻ എത്ര കൊതിയുണ്ടെങ്കിലും, നിങ്ങൾ എത്ര തന്നെ ആശിച്ചാലും, അങ്ങനെ കൊതിച്ചവർ ഒരുപാട് പേരുണ്ടായിരുന്നു. അവരുടെ കൊതി എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ, വലൗ യുഅമ്മറു അൽഫ സനസിൻ വമാ ഹുവ ബിമുസഹ്സിഹി മിനൽ അദാബി അയ്യു അമ്മർ. സൂറത്തുൽ ബഖറയിൽ അല്ലാഹ് പറയാ, 1000 കൊല്ലൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചവരുണ്ടായിരുന്നു. 1000 കൊല്ലൊക്കെ കിട്ടിയാൽ ദുനിയാവൊക്കെ, അതായത് കയ്യിലുള്ള പണം അത്രയുണ്ട്, പദവി അത്രയുണ്ട്, റെപ്യൂട്ടേഷൻ അത്രയുണ്ട്, പ്രശസ്തി അത്രയുണ്ട്. പക്ഷേ ഒരു നിശ്ചിത അവധി എത്തുമ്പോൾ മനുഷ്യർ മരിച്ചു പോകുന്നു. അതാണിപ്പോൾ മനുഷ്യനിപ്പോൾ ആകെക്കൂടിയുള്ള ഒരേ ഒരു പ്രശ്നം. ഇപ്പോൾ അതാണ്. കമ്മ്യൂണിക്കേഷനും ട്രാൻസ്പോർട്ടേഷനും പുരോഗതിയും ടെക്നോളജിയും ഒക്കെ എത്തിയിട്ടും ഞങ്ങളെന്താ മരിച്ചു പോണത്? ഇതാണ് പ്രശ്നം. ശരിക്കും മരണം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട അയാൾ ആലോചിക്കേണ്ട ഒന്നാണ്, ഞാൻ എങ്ങനെയാണ് ജനിച്ചത്, ജീവിച്ചത്. അപ്പോൾ അള്ളാഹു തീരുമാനിക്കും നിങ്ങളുടെ ജീവിതം, ജീവൻ.
അള്ളാഹു തീരുമാനിക്കും നിങ്ങളുടെ മരണം, ആത്മാവിന്റെ അറുതി. അതോടൊപ്പം അള്ളാഹു മുദബ്ബിറാണ്, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നത് ആരാണ്? അള്ളാഹുവാണ്. ഏറ്റവും ചുരുങ്ങിയത് റബ്ബ് എന്ന് പറയുമ്പോൾ, കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ റബ്ബ് എന്നാണ് പറഞ്ഞത്. അപ്പൊ അള്ളാഹു റബ്ബാണ് എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ പ്രധാനമായും പറയുന്ന 5 കാര്യങ്ങൾ ഇതാണ്. നമ്മളുടെ ജീവിതത്തിൽ അള്ളാഹുവാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ, ലാ റബ്ബ ഇല്ലല്ലാ എന്നല്ലോ പറയേണ്ടത്? ശരിക്കും അങ്ങനെയാണെങ്കിൽ കലിമത്തു തൗഹീദ് അങ്ങനെയാണ് ആകേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് പകരം ലാ റബ്ബ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ വേറെ റബ്ബില്ല എന്നാണ് ശരിക്കും പറയേണ്ടത്. പക്ഷെ സമൂഹങ്ങളുടെ ഏറ്റവും വലിയൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ റബ്ബ് അള്ളാഹുവാണെന്ന് ഒരു പരിധി വരെ ആർക്കറിയാം? എല്ലാ സമൂഹങ്ങൾക്കും അറിയാം. ആരാണ് സൃഷ്ടിച്ചത്? അവര് പറയും ലയഖൂലുന്ന അല്ലാഹ്, അള്ളാഹയാണ് സൃഷ്ടിച്ചത്. ആരാണ്? മൻ ഫതറസ് സമാവാതി വൽ അർള്, ഈ ആകാശങ്ങളെയും ഈ ഭൂമിയെയും സംവിധാനിച്ചു വെച്ചത് ആരാണ്? മുൻമാതൃകകളില്ലാതെ. ഫതറ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ്. ഒരു മുൻമാതൃകയൊന്നുമില്ലാതെ ഈ ലോകത്തെ സർവ്വതും പടച്ചതാരാണ്? അള്ളയാണ്. ആരാണ് നിങ്ങൾക്ക് റിസ്ക് നൽകുന്നത്? കുറച്ചൊക്കെ സംശയം ഉണ്ടാവുമെങ്കിലും അള്ള തന്നെയാണ്. ആരാണ് മരിപ്പിക്കുന്നത്? അള്ളയാണ്. ആരാണ് ജീവിപ്പിക്കുന്നത്? അള്ളയാണ്. ആരാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊക്കെ പ്ലാൻ ചെയ്യുന്നത്? അള്ളയാണ്. പക്ഷേ ഇതൊക്കെ അള്ളയാകുമ്പോൾ തന്നെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാത്തവരാണ് ഈ ലോകത്തെ മനുഷ്യർ. ഇതാണ് ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇപ്പൊ ഞാനും നിങ്ങളൊക്കെ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടാവും. ഒന്ന് മുസ്ലിമായ നമ്മുടെ സുഹൃത്തുണ്ടാവും, മറ്റൊന്ന് ഇസ്ലാമിനെ തീരെ എന്താണ് എന്ന് അനുഭവിക്കാൻ, നമ്മളുടെ വ്യക്തിപരമായ ജീവിതമല്ല, ഇസ്ലാം എന്താണെന്ന് അനുഭവിക്കാനോ വായിച്ചറിയാനോ ഒന്നും അവസരം കിട്ടാത്ത ആളുകളുണ്ട്. അപ്പൊ അവരോട് എന്തുകൊണ്ട് നിങ്ങൾ ഇത്രമേൽ ഒരൊറ്റ ദൈവം മാത്രമേ ഉള്ളൂ, അതല്ലെങ്കിൽ ഒരൊറ്റ ഇലാഹു മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു ചർച്ച എവിടെയെങ്കിലും വന്നാൽ പോലും അത് നമുക്ക് മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ദീനീ ബാധ്യതയാണെന്ന് മനസ്സിലാക്കേണ്ട ഒരു നിർബന്ധ ബാധ്യത, ഫർള് അതിന് നമുക്കുണ്ട്. കാരണം ഈ ലോകത്ത് ഒരു മനുഷ്യനോടുള്ള നമ്മളുടെ ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയുന്നത് അയാൾ സ്വർഗത്തിൽ പോകണം എന്നുള്ളൊരാഗ്രഹമാണ്. അയാൾ നരകത്തിലേക്ക് പോകരുത് എന്ന നമ്മളുടെ ആഗ്രഹമാണ്. ഈ ലോകത്തെ പ്രവാചകന്മാരെല്ലാവരും വന്നത്, ഈ ലോകത്തെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന, ഈ ലോകം നിലനിൽക്കും വരേക്കുമുള്ള വിശുദ്ധ ഖുർആനിന്റെ മൊത്തമായത്തുകളുടെ ആകത്തുക എന്ന് പറയുന്നത് അനിഅ്ബുദുല്ലാഹ്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ഒരു ശിർക്കുമില്ലാതെ, വലാ യുശ്റകു ബിഹി, അവനിൽ ശിർക്ക് ചെയ്യപ്പെടുന്നൊരവസ്ഥയില്ല. അതായത് അവന്റെ അധികാരത്തിൽ അവന് കൊടുക്കേണ്ടുന്ന ഇലാഹ് എന്ന് പറയുന്ന പരിഗണനയിൽ മറ്റൊരാൾ പങ്കുചേരുന്നു. ഇപ്പൊ ശരിക്കും ഇസ്ലാമിന്റെ ക്രിസ്തുമതവും ജൂതമതവും വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരേ കൈവഴിയിൽ നിന്നൊക്കെയാണ് ഇതൊക്കെ വന്നിട്ടുള്ളത്. ഖുർആൻ ഡിബേറ്റ് ചെയ്യുന്നുണ്ട്. സൂറത്തുൽ മാഇദയിൽ, സൂറത്തു നിസായിൽ ഒക്കെ നിങ്ങൾക്ക് വളരെ സമൃദ്ധമായി, സൂറത്തു ആലു ഇമ്രാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, ഖുൽ യാ അഹ്ലൽ കിതാബി തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വ ബൈനകും അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ്. അല്ലയോ ജൂതന്മാരെ, അല്ലയോ ക്രൈസ്തവരെ, നിങ്ങൾ ഒരുമിച്ച് വരൂ, നമുക്ക് പൊതുവായ ഒരു കാര്യം സംസാരിക്കാം. അപ്പൊ എല്ലാവരെയും വിളിച്ച് അള്ളാഹു പൊതുവായി സംസാരിക്കുന്ന ഒരു കാര്യം, അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ മറ്റൊരാളെയും നമ്മൾ ഇബാദത്ത് ചെയ്യില്ല എന്ന് പറയുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല വലാ നുശ്രിക ബിഹി ശൈഅൻ, നമ്മൾ അവനിൽ ഒരു പങ്കാളികളെയും ചേർക്കില്ല. വലാ യത്തഖിദ ബഅ്ലുനാ ബഅ്ലൻ അർബാബൻ മിൻ ദൂനില്ലാഹ്, നമ്മളുടെ കൂട്ടത്തിലെ ചിലർ മറ്റു ചിലരെ റബ്ബുകളാക്കി മനസ്സിലാക്കില്ല. അപ്പൊ ഈ ലോകത്തെ മനുഷ്യര്, ചില ആളുകളെങ്കിലും മനുഷ്യർ തന്നെയാണ് റബ്ബ് എന്ന് കരുതും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഫിറൗൻ അങ്ങനെ പറഞ്ഞിരുന്നു, അന റബ്ബുക്കുമുൽ അഅല. ലോകത്തെ എല്ലാ ആളുകളും അങ്ങനെയൊന്നും പറയില്ല. ഭരണാധികാരം കയ്യിലുള്ളവർ, അതുപോലെ തന്നെ താൻ തന്നെയാണ് എല്ലാം ഭരിക്കുന്നതെന്ന് ഏതോ ഒരു വിഭ്രാന്തിയിലൊക്കെ തോന്നിപ്പോകുന്ന മനുഷ്യർ പറയും
അങ്ങനെയുള്ളൂ. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡൻ്റൊക്കെ അങ്ങനെ പറയാം, ഒരു 24 മണിക്കൂർ തരും, ലോകം ഇങ്ങനെ അവിടെ നിന്നൊക്കെ ഞാൻ തീരുമാനിക്കും. ഇതാണ് ഈ റബ്ബ്. അതായത് ഞാനാണ് മുദബ്ബിറുൽ ആലം, ഈ ഭൂമിയുടെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യണമെന്ന് ഒരു മനുഷ്യന് തന്നെ തോന്നുന്ന ഒരവസ്ഥ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു ലോകത്തെ നമ്മളൊക്കെ ജീവിക്കണം കേട്ടോ. ഞാൻ തീരുമാനിക്കും. ഫിറൗൻ അതാ പറഞ്ഞു, അലൈസ ലീ മുൽക്കു മിസ്ർ, ഈ കാണുന്ന ഈ നാടിന്റെ ആധിപത്യം എന്റേതല്ലേ, അതുകൊണ്ട് ഞാൻ തന്നെയാണ് അന റബ്ബുക്കുമുൽ അഅ്ല, ഉന്നതനായ നിങ്ങളുടെ റബ്ബ് ഞാനാണ്. അപ്പൊ മനുഷ്യർ ചിലരിത് പറയും. ദൈവത്തെ എതിർക്കുന്നവർ പോലും, അതായത് മതത്തെ എതിർക്കും, പ്രത്യക്ഷത്തിൽ യുക്തിവാദിയായിരിക്കും, ദൈവാസ്തിക്യത്തെ എതിർക്കുന്ന ആളായിരിക്കും, പക്ഷെ മുന്നിലുള്ള മനുഷ്യരെ ദൈവസമാനന്മാരായി കണ്ടുകൊണ്ടായിരിക്കും ജീവിക്കുക. ചില ആളുകൾ നേരെ തിരിച്ചുണ്ടാവും. അവർ പറയും, ഞാൻ ആരെയും വകവെക്കുന്നില്ല, ഞാൻ എൻ്റെ താല്പര്യത്തിനനുസരിച്ച് നടക്കും. ചില ആളുകൾ അങ്ങനെ പറയാം, എനിക്ക് മതവുമില്ല ദൈവവുമില്ല, ഞാൻ ഒരൊറ്റ സംഘടനയിലുമില്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നടക്കും. അള്ളാഹ് അതിനെ കുറിച്ച് പറയുന്ന അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവ, സ്വന്തം നഫ്സിനെ ഇലാഹാക്കി പോകുന്നവനെ നീ കണ്ടില്ലേന്നാണ്. അപ്പൊ അവനുണ്ട് ഇലാഹ്. അഫറഅയ്ത മൻ ഇത്തഖദ, അല്ലാഹു സുബ്ഹാനഹു തആലയെ അവന്റെ ജീവിതത്തിന്റെ ഫോക്കസ് ആക്കുന്നതിന് പകരം അവന്റെ ഇച്ഛയാണ് അവന്റെ ഫോക്കസ് ആക്കിയിട്ടോ അതല്ലെങ്കിൽ അവന്റെ ജീവിതത്തിലെ ഞാൻ എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്യും. അള്ളാഹ് പറയുന്നു അവന്റെ ഇലാഹാരാണ്, അവനാണ്, അവന്റെ താല്പര്യങ്ങളാണ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ജീവിതത്തിൽ നിങ്ങൾക്ക് ഇവിടെയുള്ള അധികാര കേന്ദ്രങ്ങളോ ആരാധനാമൂർത്തികളോ നിങ്ങൾക്ക് നിങ്ങൾ തന്നെയോ വളരെ പ്രധാനപ്പെട്ടതാകാൻ പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ ഇലാഹ് എന്താണ് എന്ന് വിശദമായി പഠിപ്പിച്ച റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകയാലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ളത് കലിമത്തു തൗഹീദിന്റെ അനിവാര്യമായ മറുപടിയാകുന്നു. അപ്പോ ഈ ഇലാഹ് ആരാണ്? ഇപ്പോ ഇലാഹ് എന്നുള്ള വാക്ക് ശരിക്കും അതിൽ നിന്നാണ് ശരിക്കും അൽ ഇലാഹാണ് എന്ത്? അള്ളാഹ് അല്ലെ? അള്ളാഹ് എന്ന് പറയുന്ന വാക്ക് വേറെ എവിടെ നിന്നോ വന്നൊന്നുമല്ല. ഇലാഹിൽ അല്ല് ചേരുമ്പോ എന്താകും? അൽ ഇലാഹ് എന്നും പറയാം. പക്ഷെ അള്ളാഹ് എന്ന് പറയുന്ന വാക്ക് യഥാർത്ഥത്തിൽ അതിൽ നിന്നുള്ളതാണ്. ഈ അള്ളാഹുവിനെ യഥാർത്ഥത്തിലുള്ള അള്ളാഹ്, യഥാർത്ഥത്തിലുള്ള ഇലാഹ്, അത് അള്ളാഹു, അതൊരു പേരൊന്നുമല്ല. അത് ശരിക്കും അള്ളാഹു എന്നുള്ളത് പേര് എന്നുള്ളതിനേക്കാൾ നിങ്ങളുടെ വഴിപ്പെടലിന്, നിങ്ങളുടെ അനുസരണത്തിന്, നിങ്ങൾ കീഴ്വണങ്ങിയും ബഹുമാനപുരസവും തേടിച്ചെല്ലേണ്ടതിന് അർഹമാകുന്ന ഒരിടം അത് പടച്ചോ മാത്രമാണ്. ഈ ലോകത്തെ മനുഷ്യരില്ല, ഈ ലോകത്തെ നിങ്ങളുടെ തോന്നലുകളില്ല, നിങ്ങൾ സങ്കല്പിച്ചുണ്ടാക്കിയ വ്യാജ ദൈവങ്ങളില്ല. ശരിക്കും തൗഹീദ് മനുഷ്യന് നൽകുന്നത് വലിയ ആശ്വാസമാണ്, മനുഷ്യന് സമാധാനമാണ്. അതുകൊണ്ട് അറബി ഭാഷയിൽ തന്നെ ഇലാഹ് എന്ന് പറയുന്ന പദത്തിന് ചില പ്രത്യേക അർത്ഥങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ആരാധ്യൻ എന്ന് പറയുന്ന അർത്ഥമല്ലാതെ മറ്റൊരർത്ഥം അലിഹ എന്ന് പറയുന്ന വാക്കിന് തഹയ്യറ എന്നാണ്, അതായത് അതിശയിച്ചു പോവുക എന്നാണ്. ഇലാഹ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിശയിച്ചു പോകുന്ന ഇടം. ഇനൽ ഇലാഹ ഹുവല്ലാഹു സുബ്ഹാനഹു വതആല തതഹയ്യറുൽ അൽബാബു വൽ ഫിക്റു ഫീ ഹഖായിഖി സിഫാത്തിഹി വ മഅരിഫത്തിഹി. അല്ലാഹുവിനെ യഥാവിധം അറിഞ്ഞാൽ, അള്ളാഹുവിന്റെ ഗുണഗണങ്ങളെ അള്ളാഹു പറഞ്ഞതിൻ പ്രകാരം വിശുദ്ധ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാനെങ്കിലും സാധിച്ചാൽ തതഹയ്യറുൽ അൽബാബ്, നിങ്ങളുടെ മൂള, നിങ്ങളുടെ ബുദ്ധി തന്നെ പരിഭ്രമിച്ചു. അല്ലാഹ്, ഇതാണല്ലേ അള്ളാഹ് അല്ലെ? ഇത് നമുക്ക് മനുഷ്യൻ എന്നുള്ള നിലക്ക് അള്ളാഹു മനുഷ്യനെ ഏൽപ്പിച്ചിട്ടില്ല ഈ പണി. അള്ളാഹു തന്നെ ഇതിനൊരു സംവിധാനം ഉണ്ടാക്കി. അതിനെയാണ് നമ്മൾ മാലാഖമാർ മുഖേന പ്രവാചകന്മാരിലേക്ക് എത്തി മനുഷ്യനെ അറിയിക്കുക എന്ന പണി. അതായത് ഞാനാണ് നിങ്ങളെ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞിട്ട് ഒളിച്ചിരിക്കല്ല അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്തത്. മറിച്ച് ഈ ലോകത്തെ ജീവിതം ഒരു ടെസ്റ്റ് ആകുമ്പോൾ തന്നെയും ആ ടെസ്റ്റിലുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവും ഇവിടെ ഉണ്ടാകുമ്പോൾ തന്നെയും മനുഷ്യർക്ക് ഇത് അറിയിച്ചു കൊടുക്കാനുള്ള ഒരു സത്യസന്മാർഗത്തിന്റെ ഒരു വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ വിശുദ്ധ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത്. അപ്പോ പരിഭ്രമിച്ചു പോകുന്ന അവസ്ഥ. അറബി ഭാഷയിൽ മറ്റൊരർത്ഥം ഇതിനുള്ളത് അൽ ഇലാഹു ഹുവൽ മുജീർ, അഭയം നൽകുന്നവൻ എന്നൊരർത്ഥമുണ്ട്.
അപ്പൊ നമ്മൾ അള്ളാഹു ഇലാഹാണെന്ന് പറയുമ്പോൾ ഒന്ന് നമ്മൾ ആരാധിക്കപ്പെടുന്നവെന്നൊരർത്ഥം, മറ്റൊന്ന് അള്ളാഹുവിനെ യഥാവിധം അറിയുമ്പോൾ അവന്റെ സിഫത്തുകളെയും അള്ളാഹുവിന്റെ ഗുണഗണങ്ങളെയും കുറിച്ച് അറിയുമ്പോൾ നമ്മൾ പരിഭ്രമിച്ചു പോകുന്നൊരവസ്ഥയുണ്ട്. മറ്റൊന്ന് ജീവിതത്തിൽ അഭയം അവനേ ഉള്ളൂ, മറ്റാർക്കും അഭയം തരാൻ പറ്റില്ല. അഭയം തരാൻ പറ്റില്ലെന്നല്ല ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നത്. നിങ്ങളുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. നമ്മളിന്ന് ഓതി ആയതാണ് വത്തഖദൂ മിൻ ദൂനിഹി ആലിഹ, അള്ളാഹുവെ കൂടാതെ ഇലാഹുകളായി അവർ പലതിനെയും സ്വീകരിച്ചു. ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ, അവർ ഒന്നിനെയും സൃഷ്ടിക്കുന്നില്ലെന്ന് മാത്രമല്ല അവർ തന്നെയും സൃഷ്ടിക്കപ്പെട്ടതാണ്. വലാ യംലികൂന ലി അൻഫുസിഹിം ദർറൻ വലാ നഫ്അ, ജീവിതത്തിൽ വല്ല സന്തോഷമോ വല്ല ബുദ്ധിമുട്ടോ ഉണ്ടായാൽ, ഇത് നമ്മൾ വിചാരിക്കുന്ന മക്കാ മുശ്രിക്കുകളുടെ 1400 കൊല്ലം മുമ്പ് പറഞ്ഞൊരു സംഗതി എന്തിനാണ് ഇപ്പൊ നമ്മൾ പറയണെന്നൊക്കെ ചിലപ്പോൾ തോന്നും. ഇതിപ്പോഴും പ്രസക്തമാണ് കേട്ടോ. കാരണം അള്ളാഹു റബ്ബാണ്, അള്ളാഹുവാണ് എന്നെ സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് എൻ്റെ എല്ലാ കാര്യത്തിലും ഇടപെടേണ്ടതെന്ന് തീരുമാനിക്കുന്നവർ പോലും ജീവിതത്തിൽ ശരിക്കുള്ള ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഇത് നീക്കിക്കിട്ടാൻ അള്ളാഹിൻ്റെ അടുത്ത് മാത്രമാണോ പോകേണ്ടത് എന്ന് ഇപ്പോഴും സംശയമുള്ളവരാണ്. ഉദൂനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോടാണ് ഇത് വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത്. കാരണം നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങളുടെ സന്തോഷങ്ങളും എല്ലാം എന്നിൽ നിന്നുള്ളതാണ്. ലിയബുലുവക്കും, നിങ്ങളെ പരീക്ഷിക്കാൻ. പക്ഷെ ഈ പരീക്ഷണത്തിൽ മനുഷ്യൻ അടിപതറുമ്പോഴോ അതല്ലെങ്കിൽ യഥാർത്ഥ നിലനിൽപ്പില്ലാത്തപ്പോഴോ നിലപാടില്ലാത്തപ്പോഴോ മനുഷ്യർക്ക് ഇത് വഴിമാറിപ്പോകും. മനുഷ്യർ അള്ളാഹു അല്ലാത്തവരെ ഇലാഹാക്കും. അപ്പോ ഒരു കാര്യം അള്ളാഹു അഭയസ്ഥാനമാണ്, മറ്റൊന്ന് എഹ്തിജാബ് എന്നൊരർത്ഥമാണ്. അറബി ഭാഷയിൽ ലാഹ എന്ന് പറഞ്ഞാൽ മറഞ്ഞിരുന്നു. അപ്പൊ ഇലാഹ് എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്ന ഒരൊറ്റ വാക്ക്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇലാഹ് എന്ന് പറയുന്ന ഒരൊറ്റ വാക്കിൽ ഒരേ സമയം മറഞ്ഞിരിക്കുന്നവൻ എന്നൊരർത്ഥമുണ്ട്, ആരാധ്യൻ എന്നൊരർത്ഥമുണ്ട്, അഭയസ്ഥാനം എന്നൊരർത്ഥമുണ്ട്. ഇതൊക്കെ ഭാഷാപരമായി തന്നെ ഒരു അർത്ഥമുണ്ടോ? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ആ ഇലാഹിന്റെ വ്യാപ്തി എത്രത്തോളമാണ്? ഭാഷാപരമായി പോയാൽ അറബി ഭാഷയിൽ അലഹ എന്ന് പറയുന്ന ഒരു വാക്കിന് ഈ മുലകൂടി നിർത്തപ്പെട്ട മൃഗങ്ങളുണ്ടാവും. ഈ ഒട്ടകക്കുട്ടി, ആട്ടിൻകുട്ടി. അലഹൽ ഫസ്വീലു ഇലാ ഉമ്മിഹി എന്ന് പറയും. അറബി ഭാഷയിലെ ഒരു പ്രയോഗമാണ് അലഹ എന്ന് പറഞ്ഞ ഇലാഹ്. അതായത് മുലകൂടി നിർത്തപ്പെട്ട കുട്ടിക്ക് വീണ്ടും ഒന്ന് മുലകുടിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ ഇങ്ങോട്ട് വീണ്ടും തിരിച്ചു വരുമല്ലോ, സ്വന്തം ഉമ്മയോടുള്ള ഒരു ആഗ്രഹത്തിൽ, അടുപ്പത്തിൽ. എന്നാലും മുലകുടി നിർത്തപ്പെട്ടിരിക്കും, എപ്പോഴും ഇങ്ങനെ തിരിച്ചു ചെല്ലാനുള്ളൊരു വ്യഗ്രത. ഇതാണ് ഇലാഹ് എന്നാണ്. അപ്പൊ ആ വാക്കിന്റെ അത്രമേൽ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തിരിയുന്നതിന്റെ, അടുക്കുന്നതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹു തന്നെയാണ്. അത്രമാത്രം അനുരാഗബദ്ധമായി അത്രമേൽ നമുക്കുള്ള സ്നേഹവും ഈ അടുപ്പം നമുക്ക് അള്ളാഹുവിലാണുള്ളത്. ചിലർ പറയും ഈ ലോകത്ത് ഉമ്മയോടാണ്, വാപ്പയോടാണ്. ഇതൊക്കെ അള്ള പറഞ്ഞുകൊണ്ടുള്ളതാണ്. കാരണം ചിലർക്ക് ഉമ്മ ഇല്ലാതാവും, ചിലർക്ക് വാപ്പമാരില്ലാതെയാക്കി വരും. ജനിച്ചു വരുമ്പോൾ തന്നെ ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു വരുമ്പോൾ ഉപ്പയൊന്നും കാണാൻ പോലും പറ്റിയിട്ടില്ല. അപ്പൊ ഈ ലോകത്ത് നിങ്ങളുടെ സ്നേഹത്തിന്റെയും നിങ്ങൾ മടങ്ങിച്ചെല്ലുന്നതിന്റെയും യഥാർത്ഥ സ്നേഹത്തിന്റെ കേന്ദ്രം അള്ളാഹുവാണ്. മറ്റൊന്ന് ലാഹയുടെ അർത്ഥം ഇർത്തിഫ എന്നാണ്, ഉയർന്നിരിക്കുക. അപ്പോ അനേകമായ അർത്ഥങ്ങൾ. ഇലാഹ് എന്ന് പറയുന്ന ഒരു ഒറ്റ പദം. ഇപ്പൊ ഇലാഹ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവാൻ ഇപ്പൊ കിതാബ് എന്ന് പറയുന്ന പോലെയുള്ളൂ. ഇപ്പൊ ഇലാഹ് എന്നുള്ള വാക്ക് അറബി ഭാഷയിൽ ഈ ലാഹ്, കിതാബ്. പക്ഷെ കിതാബ് എന്നുള്ള വാക്കിന്റെ അർത്ഥം മക്തൂബ് എന്നാണ്, എഴുതപ്പെട്ടത് എന്നാണ്. അതുപോലെയാണ് ഇലാഹ് എന്ന് പറഞ്ഞാൽ മഅബൂദ്, മഅ്ലൂഹ്. ആരാണോ ഇബാദത്ത് ചെയ്യപ്പെടേണ്ടത് അവൻ തന്നെ ഇബാദത്ത് ചെയ്യപ്പെടണം. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയിട്ട് പറയണം, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇലാഹ് അള്ളാഹു തന്നെയാണോ? അഭയസ്ഥാനം അള്ളാഹുവാണോ? നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രമേൽ ഉന്നതൻ അള്ളാഹുവാണോ? നിങ്ങളുടെ ജീവിതത്തിൽ അഭയസ്ഥാനം, നിങ്ങൾക്ക് അനുരാഗബദ്ധമായ ഈ ആട്ടിൻകുട്ടിയും ഈ ഒട്ടകക്കുട്ടിയും സ്വന്തം ഉമ്മയിലേക്ക് തിരിച്ചു വരുന്നത് പോലെയുള്ള ഒരു അടുപ്പം പടച്ചവനോട് നിങ്ങൾക്കുണ്ടോ? ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയും അതുപോലെ തന്നെ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെ വിശദീകരിക്കുന്നുണ്ട്. ഇബ്നുൽ ഖയ്യിം പറയുന്നത് എങ്ങനെയാണ്? അൽ ഇലാഹു, ഈ അർത്ഥങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇലാഹ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സംഗ്രഹിക്കാം: ഹുവല്ലദീ തഅലഹുൽ ഖുലൂബു
നമ്മളുടെ ഹൃദയം മടങ്ങിച്ചെല്ലുന്നൊരിടമാണ്. എന്തിന്? മഹബ്ബത്തൻ, സ്നേഹം കൊണ്ട്, വ ഇജ്ലാലൻ, ബഹുമാനം കൊണ്ട്, വ ഇനാബത്തൻ, പശ്ചാത്താപം കൊണ്ട്, വ ഇക്രാമൻ, ആദരവ് കൊണ്ട്, വ തഅലീമൻ, മഹത്വം കൊണ്ട്, വ ഖുളൂഅൻ, വിനയം കൊണ്ട്, വ ഖൗഫൻ, ഭയം കൊണ്ട്, വ റജാഅൻ, പ്രതീക്ഷ കൊണ്ട്, വ തവക്കുലൻ, ഭരമേൽപ്പിക്കൽ കൊണ്ട്. അതായത് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹുവിനെ തൊട്ട് ചില കാര്യങ്ങൾ നമ്മൾ ഭയക്കുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹുവിൽ ഇത്രമേൽ നമ്മൾ പ്രതീക്ഷാകുലരാകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഹുവൽ ഇലാഹ്. അപ്പോൾ അള്ളാഹു ഇലാഹാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥത്തിലാണ് നമ്മൾ സ്വബ്ർ ചെയ്യുന്നത്, നമ്മൾ തവക്കുൽ ചെയ്യുന്നത്, നമ്മൾ തൗബ ചെയ്യുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ കേന്ദ്രീകൃതമായ. കാരണം വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, നിങ്ങളെ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം തന്നെ. അതുകൊണ്ടാണല്ലോ നമുക്ക് 5 നേരം നമസ്കാരമുണ്ട്. ചില ആളുകൾ ഇങ്ങനെ ആലോചിക്കും, ഈ 5 നേരം നിസ്കാരം തന്നെ വലിയൊരു പണിയാണല്ലോ. ഒന്നിറങ്ങി ഒരു 3 മണിക്കൂർ ഇങ്ങോട്ട് ഓണായി ഇങ്ങോട്ട് വരുമ്പോഴേക്കും ദേ നിസ്കാരം, വീണ്ടും അങ്ങോട്ട് പോയി വരുമ്പോഴേക്കും വീണ്ടും നിസ്കാരം. ഇത് പുറമേ നിന്ന് കാണുന്ന ആളുകൾക്ക് ഇവർക്ക് ഇത് എന്തൊരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങളുടെ യഥാർത്ഥ ജീവിതം മുഴുവൻ ഇബാദത്താണ്. ശരിയാണ് അല്ല? ജീവിതത്തിലെ എല്ലാ ഭാഗങ്ങളും അള്ളാഹുവിനുള്ള അനുസരണവും അള്ളാഹുവിനുള്ള വിധേയത്വവുമാക്കി മാറ്റി നമ്മൾ ഉറങ്ങുന്നതും ഉണരുന്നതും ഉടുക്കുന്നതും ഉണ്ണുന്നതും എന്താണ്? ഇബാദത്താണ്. പക്ഷെ അതിൽ തന്നെയും നുസുക്കുകൾ വെച്ചു അള്ളാഹു, ഇബാദത്തിന് കൃത്യമായ രൂപങ്ങൾ വെച്ചു. അള്ളാഹുവിനോടൊപ്പം 5 നേരം നിങ്ങളെ കണക്ട് ചെയ്യണം. അപ്പൊ നമസ്കാരത്തിന് വരിക എന്നുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ടായിരിക്കണം. ശരിക്കും ഭയം ഉണ്ടാവും. ചിലർ ഭയം കൊണ്ട് മാത്രമായിരിക്കും വരിക. അതായത് നിസ്കരിച്ചില്ലെങ്കിൽ നരകത്തിൽ പോകേണ്ടി വരും, അങ്ങനെ വരാം. ഭയം അതിലൊരു ഭാഗമാണ്. പക്ഷെ അത് മാത്രമല്ല, നിങ്ങൾ നമസ്കരിക്കുമ്പോൾ, നിങ്ങൾ നോമ്പെടുക്കുമ്പോൾ, നിങ്ങൾ അള്ളാഹുവിലേക്ക് കൈനീട്ടുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രതീക്ഷ? ഒന്ന് സ്നേഹമാണ്. സ്നേഹമുണ്ട് അതിൽ. സൂഫികളെ പറയും സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന്. അതങ്ങനെ വഴി തെറ്റിയിട്ട് എന്താകുമെന്ന് വെച്ചാൽ നരകത്തിൽ തീയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ട് പാടും. അതെന്താണെന്ന് വെച്ചാൽ സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയല്ല, സ്നേഹമുണ്ടതിൽ, ബഹുമാനമുണ്ടതിൽ, പശ്ചാത്താപമുണ്ടതിൽ, ആദരവുണ്ടതിൽ, വിനയമുണ്ടതിൽ, തവക്കുലും ക്ഷമയുമുണ്ടതിൽ. അപ്പോൾ അള്ളാഹുവിലേക്ക് നമ്മൾ നമസ്കരിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് കൈകെട്ടിട്ട് പറയും, ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹ്യായ വ മമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ശരിക്കും നമസ്കാരത്തിൽ നിന്ന് പറയുന്ന ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് നിർബന്ധമായിട്ടുള്ളൂ. അത് സൂറത്തുൽ ഫാത്തിഹയാണ്. അതിൽ പറയുന്നത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അപ്പോൾ അള്ളാഹു ഇലാഹാണെന്ന് പറയുമ്പോൾ ഉലൂഹിയത്തിന്റെ തൗഹീദാണ്. അള്ളാഹു റബ്ബാണെന്ന് അംഗീകരിക്കുന്നു ഞങ്ങൾ. ആ റബ്ബായ അള്ളാഹുവിനെ തന്നെ ഇലാഹായും അംഗീകരിക്കുന്നു ഞങ്ങൾ. ചില ആളുകൾക്ക് അതിലൊക്കെ തെറ്റിപ്പോകും. ചില ആളുകൾ പറയും, ഈ ഭൂമി ആരൊക്കെയോ സൃഷ്ടിച്ചേക്കാം, ഈ ഭൂമി ചിലപ്പോ ആരാ സൃഷ്ടിച്ചതെന്ന് അന്വേഷിച്ചു പോയാൽ നമുക്കൊരു അർത്ഥമൊന്നും കിട്ടൂല. അതുകൊണ്ട് ആ അന്വേഷണം ഞാൻ അത്ര താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊരു സ്കെപ്റ്റിക്കലാണ്, ഞാൻ അതിനെക്കുറിച്ചൊരു സന്ദേഹവാദിയാണ്, എനിക്കതിനെക്കുറിച്ച് സംശയമാണ്. പക്ഷേ വേണമെങ്കിൽ ഇതിനെ ഒരാൾ സൃഷ്ടിച്ചോട്ടെ, എനിക്ക് എതിർപ്പൊന്നുമില്ല. ഞാനങ്ങനെ നിരീശ്വരവാദിയൊന്നുമല്ല. വേണമെങ്കിൽ ഒരാൾ സൃഷ്ടിച്ചോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എൻ്റെ ജീവിതത്തിൽ വേറൊരാൾ ഇടപെട്ടോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഈ പുരോഗമന ഇസ്ലാമൊക്കെ തലയിൽ കയറിയ ആളുകൾ കുറച്ച് പേര് പറയുന്നത് അങ്ങനെയായിരിക്കും. അതായത് പടച്ചോനുണ്ട്, ഉണ്ടായിക്കോട്ടെ, പക്ഷേ പടച്ചോന് മാത്രം തന്നെ ഇതൊക്കെ വേണം എന്നുള്ളൊരു നിർബന്ധം ഇത്രമേൽ വലിയ, അങ്ങനെയാണ് ഈ സർവ്വമത സത്യവാദത്തിന്റെ ഒരു അന്തരീക്ഷമൊക്കെ നമ്മളുടെ ഒരു നാട്ടിൽ ഇങ്ങനെ ഒരു അരങ്ങൊരുങ്ങുന്നുണ്ട്. കുറച്ചൊന്നുമില്ലാത്ത രീതിയിലേക്ക് എല്ലാത്തിലും ഒരു ഇസ്ലാം അതിൻ്റെ തനതിൽ നിലനിൽക്കാതെ, ഇസ്ലാമിന് ഇത്രമേൽ വലിയ പ്രശ്നം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹത്തിൻ്റെ അവിടുന്നിൻ്റെ ഒരു ദൗത്യത്തിലും പ്രബോധനത്തിലും ഈ പ്രശ്നം ഉണ്ടാവുമായിരുന്നില്ല. നമ്മൾ ഈ പറഞ്ഞ ഈ വേർതിരിവ് പറഞ്ഞില്ലെങ്കിൽ, ലക്കും ദീനുക്കും വലിയ ദീൻ, ഇത് എൻ്റെ ദീൻ, അത് നിങ്ങളുടെ ദീൻ എന്ന് പറഞ്ഞാൽ അത് അകലത്തിന്റെ പ്രശ്നമല്ല, മറിച്ച് അത് വ്യതിരിക്തതയുടെ പ്രശ്നമാണ്. ഇതാണ് എൻ്റെ ദീൻ എന്ന് പറയാൻ എന്താണ് ആ ദീനിന്റെ ക്ലാരിറ്റി എന്ന്
മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതുപോലെ നമ്മളും ഈ ലോകത്ത് വിശ്വാസി എന്നുള്ള നിലയ്ക്ക് നമുക്കങ്ങനെ ബാധ്യതയുണ്ട് കേട്ടോ. കാരണം വിശ്വാസിക്കൊരു മിഷൻ ഉണ്ട്. അയാൾ സ്വർഗത്തിൽ പോകുന്നുള്ളത് മാത്രമല്ല, ബാക്കിയുള്ളവരെയും കൂടി സ്വർഗത്തിൽ കൊണ്ടുപോകാന്നുള്ളതാണ്. നിങ്ങൾ സ്വർഗത്തിൽ പോകുമ്പോൾ നിങ്ങളുടെ കൈ പിടിച്ച് കുറച്ചുപേരും കൂടി എവിടേക്ക് ഉണ്ടാവണം? സ്വർഗത്തിലേക്ക് ഉണ്ടാകണം. ഇത് വിശ്വാസിക്ക് ബാധ്യതയാണ്. കാരണം കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, നിങ്ങൾ ഈ ജനങ്ങൾക്കുള്ളവരാണ്. ഈ ചുറ്റും 850 കോടി മനുഷ്യർ ഈ ലോകത്തുണ്ട്. അപ്പോൾ നമ്മൾ പറയും 200 കോടി മുസ്ലിങ്ങളുണ്ട് എന്നിങ്ങോട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ട് കാര്യമില്ല. പക്ഷേ ഈ ഇസ്ലാമിൻ്റെ ഈ കൊടിയേന്തുന്നവർ, അതല്ലെങ്കിൽ ഇസ്ലാമിന്റെ സന്ദേശം മനസ്സിലെത്തുന്നവർ, ഇത് പറഞ്ഞു കൊടുക്കാൻ ഒരു മനുഷ്യനാണ് ഭൂമിയിൽ ബാക്കിയാകുന്നതെങ്കിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമയെ പോലെ ഒരു മനുഷ്യനാണ് ഈ സത്യത്തിന്റെ, ഈ വിശ്വാസത്തിന്റെ, ഈ യഥാർത്ഥ ദീനിന്റെ ധ്വജവാഹകനായി, കൊടിവാഹകനായി ഉള്ളതെങ്കിൽ അയാൾക്കത് പറഞ്ഞു കൊടുക്കാൻ ബാധ്യതയുണ്ട്. നമ്മളുടെ പരസ്പരമുള്ള ഇത് പറഞ്ഞു കൊടുക്കലേ ബാധ്യതയുള്ളൂ കേട്ടോ. പറഞ്ഞു കൊടുത്തു എല്ലാവരെ കൊണ്ടും ഇത് സ്വീകരിപ്പിക്കേണ്ട ബാധ്യതയൊന്നും ഇല്ല. ഇത് പറഞ്ഞു കൊടുക്കൽ ബാധ്യതയാണ്. കാരണം പറഞ്ഞു കൊടുത്തിട്ട് അവസാനം മരണക്കിടക്കയിൽ വെച്ച് പറഞ്ഞു കൊടുത്തിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും കൂടുതൽ ദഅവാ ബന്ധമുണ്ടായിരുന്ന ആൾക്ക് ഇസ്ലാം സ്വീകരിക്കാൻ പറ്റിയിട്ടില്ല അല്ലേ? നമുക്കറിയാം അബൂ താലിബിന്റെ സംഭവം നമുക്കറിയാം. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. സൂറത്തുൽ ഖസസിൽ അല്ലാഹ് പറയാണ്, നിനക്ക് ഇഷ്ടമുള്ളവർക്ക് ഈ ഹിദായത്ത് കൊടുക്കാൻ നിനക്ക് പോലും പറ്റില്ല റസൂലേ. വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ വമാ അലൈക ഇല്ലൽ ബലാ. താങ്കൾക്ക് ഇത് എത്തിച്ചു കൊടുക്കുക എന്നുള്ള പണിയാണ്. ഇത് നമുക്ക് കൂടി ഏൽപ്പിച്ചു തന്നിട്ടാണ് അഷ്റഫുൽ ഹൽക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടവാങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റുബൂബിയത്തിനെ സംബന്ധിച്ച്, ഉലൂഹിയത്തിനെ സംബന്ധിച്ച്, ഉലൂഹിയത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഉബൂദിയത്താണ്. അള്ളാഹുവിനാണ് ഈ ഇബാദത്ത് വരേണ്ടത്, യഥാർത്ഥ ഇലാഹ്. അതുകൊണ്ടാണ് സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ്. ഒരു സൂറത്ത് തന്നെ. എന്താണ് അള്ളാഹു? നിങ്ങളൊക്കെ പറയുന്ന, അയാൾ പറയുന്ന, അപ്പുറത്ത് പറയുന്ന അല്ലല്ല. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സ്വമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഏറ്റവും ചുരുങ്ങിയത് ഈ 5 കാര്യങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹ് പറയുന്നത് ഇതാണ് അള്ളാഹ് എന്ന് മറ്റുള്ളവരോട് പറയാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹുൻ ഇല്ലല്ലാഹ് എന്നല്ല കേട്ടോ. അറബി ഭാഷയിൽ ഇലാഹുൻ എന്നാ പറയാ. പക്ഷെ ഇലാഹ എന്ന് ഉപയോഗിച്ച എന്താ കാരണം എന്നറിയാം? ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ വേറൊരു ദൈവമില്ല എന്ന് പറയണമെങ്കിൽ ഇലാഹ എന്ന് പറയുന്ന ഗ്രാമർ നിയമം അവിടെ വേണം. ലാ ഇലാഹുൻ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അള്ളാഹുവിനെ കൂടാതെ വേറെ ദൈവമില്ല എന്നാണ്. വേറെ മറ്റാരുമേ ഇല്ല എന്ന് പറയാൻ ലാ ഇലാഹ. അത്രമേൽ സൂക്ഷ്മമായ പ്രയോഗങ്ങളാണ് ഭാഷാപരമായി പോലും വിശുദ്ധ ഖുർആൻ കലിമത്തു തൗഹീദിലും അതുപോലെ തന്നെ വിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മളെ തന്നെയും പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇതൊരു പഠനം എന്നുള്ള നിലക്കല്ല, മറിച്ച് നമ്മളുടെ ദീനിന്റെ, നമ്മളുടെ ഇസ്ലാമിക വിശ്വാസത്തിന്റെ അടിസ്ഥാന ഭാഗം എന്നുള്ള നിലയിൽ മറ്റുള്ളവരോടുള്ള നമ്മളുടെ പ്രബോധന കർത്തവ്യം എന്നുള്ള നിലയിലൊക്കെ നമുക്ക് നടത്താൻ, അറിയാൻ, ഉൾക്കൊള്ളാൻ, ഇതിന്റെ പ്രബോധകനാകാൻ ഒക്കെ ബാധ്യതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ അള്ളാഹുവിലേക്ക് അനുരാഗബദ്ധരായി മടങ്ങിച്ചെല്ലാൻ, അള്ളാഹുവിനെ അഭയസ്ഥാനമായി മനസ്സിലാക്കാൻ, അവൻ തന്നെ ഇബാദത്തിന്റെ കേന്ദ്രമായി മാറാൻ, തനിക്ക് തോന്നുന്ന തൻ്റെ ഇച്ഛകളെ മറികടക്കണം അല്ലേ? നമ്മൾ തെറ്റുപറ്റി പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അള്ളാഹു ഇലാഹല്ലാതാകുമ്പോഴാണ്. കാരണം മനസ്സിന്റെ ആഗ്രഹങ്ങളാണ് തെറ്റ് പറ്റിക്കുക. അള്ളാഹ് പറയാണ് അപ്പോൾ നിന്റെ ഇലാഹ് നിന്റെ മനസ്സാണ്. അതുകൊണ്ട് നിന്റെ തോന്നലുകളെപ്പോലും നീ മാറ്റിവെക്കണം. അപ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് യഥാർത്ഥത്തിൽ സംഭവിക്കുകയുള്ളൂ. അങ്ങനെ ജീവിതത്തെ പൂർണ്ണമായി ക്രമീകരിക്കാനുള്ള കൊണ്ടുപിടിച്ച പരിശ്രമം വിശ്വാസി എന്നുള്ള നിലയിൽ സദാസമയവും നമ്മൾ നടത്തണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകൾ നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അവരെയും നമ്മയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു വൽ ഗഫൂറുർ റഹീം.